നമ്മളൊരു കുഞ്ഞ് എക്സ്പെരിമെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എല്ലാവർക്കും അറിയാം ഓർമ്മശക്തിയാണ് പഠന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവനക്ക് ഭയങ്കര ഓർമ്മയാണ്, അതാണ് അവനക്ക് ഇത്ര നല്ല മാർക്ക്. അവൻ എന്തൊരു കാര്യം മനസ്സിലാക്കിയാലും അതവൻ മറന്നു പോണില്ല. ഇതാണ് അവൻ്റെ പവർഫുൾ ആയിട്ടുള്ള സ്കില്ല് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഓർമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മെമ്മറി ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ചെറിയൊരു എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് മെല്ലെ മുന്നോട്ട് പോയേക്കാം. എക്സ്പെരിമെന്റ് ഒന്നുമില്ല, ഞാൻ ഇതിൽ ചില നമ്പേഴ്സ് കാണിക്കും. ആ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാനുള്ളൊരു സമയമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് അത് റീകോൾ ചെയ്യാൻ പറയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. സോ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു റീകോൾ ഇറ്റ്? ഒബ്വിയസ്ലി 6718. കാരണം എന്താ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. എന്തില്ല, അത്ര വലിയ പ്രശ്നമുള്ള ഒരു നമ്പർ അല്ല. 4 ഡിജിറ്റ്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമ്പർ ഞാൻ കാണിക്കാൻ പോകുന്നു കേട്ടോ. ഓക്കെ, റെഡി ആയിട്ടിരുന്നോളൂ. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് നമ്പർ. ഇനി ഈ നമ്പർ ഒന്ന് ഓർത്തെടുക്കാൻ നോക്കൂ. നിങ്ങൾക്ക് ആ നമ്പർ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പല ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, ആ നമ്പറിന്റെ ഫസ്റ്റ് പാർട്ട് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവും. 984 സംതിങ് ആയിട്ട് ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവും. ചിലർക്ക് അതിന്റെ ലാസ്റ്റ് പാർട്ട് 1 2 5. അതിന്റെ ഇടയിലുള്ള സീക്വൻസ് എവിടെയാണ്, അത് ഏതാ നമ്പർ എന്നുള്ളത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇതാണ് പ്രൈമസി റീസൻസി എഫക്ട്. അതായത് ഇൻഫർമേഷൻ പെട്ടെന്ന് റാൻഡം ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിന്റെ ഇനീഷ്യൽ പാർട്ടും അതിന്റെ ലാസ്റ്റ് പാർട്ടും ഓർത്ത് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെ ഇടയിലുള്ള പാർട്ട് നമ്മൾ മിസ്സായി പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോയേക്കാം. എന്താണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആദ്യം കാണിച്ച നമ്പർ എന്തായിരുന്നു? ഒരുപാട് പേർക്ക് അത് ഓർമ്മ ഉണ്ടാകാം, ചിലപ്പോൾ അത് മറന്നു ഉണ്ടായിട്ടുള്ളവരുണ്ടാകും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എന്തിനാണ് ഇത് ചോദിച്ചത്? ആദ്യം നമ്മൾ കാണിച്ച നമ്പർ 6712 എന്ന നമ്പറാണ്. അത് ഓർത്ത് വെച്ച ആൾക്കാരുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം. അതല്ല, അത് മറന്നുപോയി, പിന്നെ കുറച്ച് സമയം ഓർക്കേണ്ടി വന്നു, എന്നിട്ടാണ് അത് ഫിഗർ ഔട്ട് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ വീഡിയോ ബാക്കിലേക്ക് അടിച്ചു പോയി നോക്കിയിട്ടാണ് വന്നതുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുക, നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ള കമന്റിൽ അറിയിക്കുക. എന്താണ് ഇപ്പോൾ ഫസ്റ്റ് നമ്പർ ചോദിക്കാനുള്ള അതിൻ്റെ റീസൺ? നമ്മളത് ഓർത്ത് വെച്ചിട്ടുണ്ടാകുമോ? അതല്ല, മറന്നു പോയതിന്റെ റീസൺ എന്തായിരിക്കും? ഇവിടെയാണ് നമ്മുടെ മെമ്മറിയുടെ ഒരു ചെറിയ സെഗ്രിഗേഷനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരാൻ പോകുന്നത്. ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ 6712 എന്ന നമ്പർ ഞാൻ നിങ്ങൾക്ക് ആദ്യമായി പ്രസന്റ് ചെയ്യപ്പെടുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. എന്ത്? നിങ്ങളത് ഓർത്ത് വെക്കണം, ഞാനത് നിങ്ങളോട് ചോദിക്കും എന്നുള്ളത്. ഒരു ആക്ഷൻ അതിന്റെ പിന്നിലുണ്ട്. ഓക്കെ, ആ ആക്ഷൻ അത് കഴിഞ്ഞു, ഞാനത് അപ്പം തന്നെ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ വൺസ് അത് ഞാൻ ചോദിച്ചതിന് ശേഷം പിന്നീട് അത് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ ആക്ഷൻ അവിടെ പൂർത്തിയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പാസ് ഓൺ ചെയ്യും, അതിനെ മറന്നു പോകും. അതിന് ആവശ്യമില്ലാത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് കണക്കാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഷോർട്ട് ടേം ആയും കൊണ്ട് ഒരു ആക്ഷന് വേണ്ടിയിട്ടോ മറ്റൊക്കെ നമ്മുടെ ബ്രെയിൻ ഗ്രാസ്പ് ചെയ്യുന്ന മെമ്മറീസ് തന്നെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് വിളിക്കുന്നത്. അതിന് യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻസ്. അതിൻ്റെ പ്രത്യേകത അത് വളരെ ടെമ്പററി ആയിരിക്കും, കുറച്ച് സമയത്തേക്ക് മാത്രമാണ്, ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യവുമായിട്ടാണ് ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇതാണ് ഷോർട്ട് ടേം മെമ്മറിയുടെ പ്രത്യേകത. എന്നാൽ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ല. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്മളോടൊപ്പം നിലകൊള്ളുന്ന സാധനമാണ്. ഒരു ആക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കി പോകേണ്ട സാധനമല്ല, നമുക്ക് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് യൂസേജസ് വരുന്നുണ്ട്. അതുകൊണ്ട് ലോങ് ടേമിലേക്ക് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ്പീരിയൻസുകളുടെയും അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് എന്തുണ്ടാവും, ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടാവും. നമുക്ക് പിന്നീട് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന, ഒരു ആക്ഷനുമായിട്ട് ഡിപ്പെൻഡഡ് ഒന്നല്ലത്, പിന്നീട് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലോങ് ടേം മെമ്മറി. അപ്പോൾ ഇവിടെ ഈ രണ്ട് മെമ്മറി പറഞ്ഞത്, ഈ ഷോർട്ട് ടേം മെമ്മറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ കാര്യം പഠിക്കാനും മറ്റൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ആക്ടിവേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അവിടെ മേജറായിട്ട് ഒരു റോള് പ്ലേ ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ഈ ഷോർട്ട് ടേം മെമ്മറിയുടെ ആളാണ്. ശേഷം പലതരത്തിലുള്ള പ്രാക്ടീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ, റിവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ പിന്നെ പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത് പിന്നെ ഈ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന ഈ കക്ഷിയുടെ സാന്നിധ്യത്തിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുമ്പോഴാണ് നമുക്കത് പിന്നീട് ഓർത്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തുന്നുള്ളൂ. അതായത് ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാവാം. ഒന്ന്, ഇത് നല്ലപോലെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇൻഫർമേഷൻ കയറിയില്ല. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഈ പാസ് ഓൺ എന്ന് പറയുന്ന സംഭവം നടന്നില്ല, അതുകൊണ്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാവാം. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായി മനസ്സിലായി ഈ പ്രോബ്ലം ഓക്കെയാണ്, ഇവിടെ നമ്മൾ എന്താണ് കൃത്യമായി അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ലോങ് ടേമിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തില്ല, നടന്നില്ല. അപ്പൊ ഈ രണ്ടാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പഠിച്ച കാര്യം ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യത കുറയും, ഓർത്തെടുക്കാൻ കഴിയില്ല. അതായത്
ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ റിട്രീവൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ ഈ കാര്യം പ്രോപ്പറായിട്ട് എൻകോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി എന്തോ പാളിച്ചുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഒരു പക്ഷേ എന്ന് പറയുന്നത് എൻകോഡിങ് പ്രോപ്പറായി നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളതായിരിക്കും. അതായത് ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ ആ ഇൻഫർമേഷനെ ഗ്രാസ്പ് ചെയ്യുന്നിടത്ത് എന്തൊരു ബാരിയർ സംഭവിച്ചിട്ടുണ്ടാകാം. എന്തായിരിക്കാം ബാരിയർ എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ബാരിയറുകൾ ഒഴിവാക്കി ഏറ്റവും നല്ല രീതിയിൽ എൻകോഡിങ് നമുക്ക് സാധ്യമാവുന്നത്? അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ്, എടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ ബ്രെയിൻ ശരിക്കും നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷൻസ്, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ഈവൻ ഫിസിക്കലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അവസ്ഥയിലാണ് നമ്മുടെ ബ്രെയിൻ ഉള്ളത്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ പ്രോപ്പർലി എൻകോഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ട്രിക്സുകൾ ഉപയോഗിക്കണം. അതിനുള്ള എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളപ്പോൾ മുന്നേ കാണിച്ച നമ്പറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ സത്യം പറയുന്നത് ഇതെന്താണ്, 9 ഡിജിറ്റ്സ് ആണ്. 1 2 3 4 5 6 7 8 9. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഇൻഫർമേഷൻ കണ്ടപ്പോൾ 9 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് എന്ന ഇൻഫർമേഷനിലാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തില്ല, വേറെ ബന്ധങ്ങളൊന്നും അസോസിയേറ്റ് ചെയ്യാനോ ഓർഗനൈസ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഈസിലി ലെവലല്ല, അത്തരത്തിലല്ല നിങ്ങളുടെ മുന്നിലേക്ക് ഈ നമ്പർ പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് 9 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് എന്നുള്ള രീതിയിലാണ് ബ്രെയിൻ ഇതിനെ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ അതൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ്. കാരണം ബ്രെയിൻ എന്ത് ചെയ്യണം, കുറച്ച് സമയം വേണം, അതുപോലെ തന്നെ കുറച്ചധികം എനർജി ആവശ്യമുണ്ട് എന്ത് ചെയ്യാൻ, ഇതൊന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ. അതേസമയം ഞാൻ നിങ്ങൾക്ക് വേറൊരു 9 ഡിജിറ്റ്സിനെ കാണിച്ചു തന്നാലോ, അതാണ് ഈ ഡിജിറ്റ്സ്. ഇതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആ ഡിജിറ്റ്സ് ഓർത്തെടുക്കാൻ നോക്കിയിരുന്നോ? വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പറയാൻ പറ്റും അല്ലേ? 100 500 800. എന്തുകൊണ്ടാണ് ഇത് ഈസി ആയത്? കാരണം ഒരു 9 ഡിജിറ്റ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തതെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ അതിനെ അങ്ങനെയല്ല എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. 100 500 800 3 ഡിജിറ്റ് ഉള്ള പരിചയമുള്ള 3 കാറ്റഗറി ആയിട്ടാണ്. അതായത് 3 ഡിജിറ്റുകൾ ഓർത്തെടുക്കുന്ന ആ ഒരു പ്രയാസമേ, ആ ഒരു എനർജി മാത്രമേ ബ്രെയിൻ ഇതിന് ഇടേണ്ടി വന്നിട്ടുള്ളൂ. കാരണം ഇതിലൊരു സിമിലാരിറ്റി ഉണ്ട്. ഈ സിമിലാരിറ്റി ബ്രെയിൻ നോട്ടീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെന്ത് ചെയ്തത്, ഈ 9 നമ്പേഴ്സ് തന്നെയാണ്, 9 ഡിജിറ്റ്സ് തന്നെയാണ്, പക്ഷെ അതൊരു ഈസിയർ വേയിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ സെയിം ഇൻഫർമേഷൻ ആണ്, ബട്ട് അതിന് ഡിഫറെൻറ്റ് ലെവലിൽ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ക്യൂ അതിലുണ്ടായത് കൊണ്ട് ഈ സെയിം 9 ഡിജിറ്റ്സിനെ നമുക്ക് ഓർത്തെടുക്കാനുള്ള എനർജി, എൻകോഡിംഗ് എന്ന് പറയുന്നത് എന്തായി, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയി. ഈ പ്രോസസ്സാണ് ചങ്കിങ് എന്ന് പറയപ്പെടുന്നത്. അതായത് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ചങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിമിലാരിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. സിമിലാരിറ്റി മാത്രമാണോ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? അല്ല, മറ്റൊരു കാര്യം കൂടിയും. എന്താണത്? സീക്വൻസസ്. കാരണം ഈ നമ്പർ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, 2 സെക്കൻഡ് കണ്ടാൽ മതി. കാരണം എന്താ, ഒരു പ്രോപ്പറായ സീക്വൻസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയ ഒരു സീക്വൻസിലാണ് ഇത് പോയിട്ടുള്ളത്. അതായത് ഇത് നിങ്ങൾ കണ്ടപ്പോൾ 9 ഡിജിറ്റ്സിനെ ഓർത്തെടുക്കാനുള്ള ഒരു എഫേർട്ട് ബ്രെയിൻ ഇടേണ്ടി വന്നിട്ടില്ല. മറിച്ച് നിങ്ങൾക്കറിയുന്ന ഒരു സീക്വൻസിനെ ഓർത്തെടുക്കാനുള്ള എഫേർട്ട് മതി. അതായത് അവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഓർത്തെടുക്കേണ്ടത് ഒന്ന് മാത്രമായിരുന്നു. എന്ത്? നിങ്ങൾക്കറിയുന്ന 1 to 9 എന്ന സീക്വൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്തില്ല, ആ ഒരു എഫേർട്ട് ഇല്ല. അതുകൊണ്ടെന്നാണ് വളരെ സുഖമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റി. 9 സെപ്പറേറ്റ് ഡിജിറ്റ്സ് എന്നുള്ള രീതിയിലല്ല നിങ്ങളുടെ ബ്രെയിൻ അതിനെ എൻകോഡ് ചെയ്തത്, മറിച്ച് ഒരു മീനിങ് ഫുൾ സീക്വൻസ് എന്നുള്ള എൻകോഡിംഗ് ആണ്. അപ്പോൾ അവിടെ വളരെ എഫർട്ട് കുറഞ്ഞു, വളരെ സിമ്പിളായിട്ട് ആ എൻകോഡിംഗ് പ്രോസസ്സ് എഫക്റ്റീവ്ലി നടന്നു. ഇനി എന്തുകൊണ്ട് പറ്റും? ഇനി ഒരു നമ്പറും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ നമ്പർ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പ്രയാസമായിരിക്കും, ബട്ട് എനിക്കത് എളുപ്പമാണ്. കാരണം എന്താ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഹയർ സ്റ്റഡീസിലുള്ള കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്ന റോൾ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് ആണ്. ഓക്കെ, 22, അതുപോലെ തന്നെ 382, അതുപോലെ 448. അപ്പോൾ ഈ നമ്പേഴ്സാണ് ഞാൻ എന്തുണ്ടായത്, എൻ്റെ റോൾ നമ്പർ. അപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ എന്തുണ്ട്, എളുപ്പമുണ്ട്. അതായത് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രയർ ഇൻഫർമേഷൻസ് ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സീക്വൻസിലാവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ എൻകോഡിങ്ങിനെ ബെറ്റർ ആക്കും. അപ്പോൾ ചങ്കിങ്ങിന് ഇത്തരത്തിൽ ഒരുപാട് എന്തുണ്ട്, സ്റ്റാൻഡേർഡ്സ് വെച്ച് നമുക്ക് ഓർഗനൈസ് ചെയ്യാം. പക്ഷെ നമുക്കറിയാം, ഇത് നമുക്ക് മൊബൈൽ ഫോൺസ് ഉള്ളതുകൊണ്ട് ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, നമ്പറുകളൊന്നും ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്പറുകളൊന്നും ഇത്തരത്തിൽ ആരും ഓർത്ത് വെക്കാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എൻകോഡിങ് എഫിഷ്യൻ്റ് ആക്കാനുള്ള ഒരു സ്ട്രാറ്റജി നമ്മളെ പഠനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു സിമ്പിൾ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോ വേഗം അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ പ്രോബ്ലം ഞാൻ എടുക്കുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണ വിഭവമായിരിക്കും ബിരിയാണി എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്, ഹൗ ടു മേക്ക് ബിരിയാണി എന്നുള്ളതിന് അതിൻ്റെ ഒരു ആൻസർ എന്തായിരിക്കും?
അരി കഴുകുക, ചിക്കൻ ആഡ് ചെയ്യണം, ഓണിയൻസ് വേണം, അതുപോലെ തന്നെ ദം ചെയ്യണം, അതുപോലെ തന്നെ സാഫ്രോണ്, വെള്ളം തിളപ്പിക്കണം, അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, റൈറ്റ്? പക്ഷെ ഇത്തരത്തിൽ ഒരു ബഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തന്നു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി ഇതിനെ സ്റ്റെപ്പ് വൈസ് തന്നാലും ഓക്കെ, ആദ്യം ഇത് ചെയ്ത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഹോൾ സ്റ്റെപ്പ് ഒരു കാറ്റഗറൈസേഷൻ ഇല്ലാതെ തന്നാലും അത് വളരെയധികം എന്താണ്, പ്രയാസമാണ്. നിങ്ങളുടെ അറ്റൻഷൻ സ്കാറ്റേർഡ് ആണ്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻകോഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരുപാട് ബാരിയേഴ്സ് ഒരു ഇൻഫർമേഷനെ ടേക്ക് ഓൺ ചെയ്യുന്നിടത്ത് ഉണ്ടാകും. പകരം നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്താലോ, ഓക്കെ, ഫസ്റ്റ് റൈസ് ഇൻഗ്രീഡിയൻസ് ആണ്, ഇന്ന സാധനങ്ങൾ വേണം, ഓക്കെ. പിന്നുള്ളത് അതിൻ്റെ ഒരു മസാല എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ്, ഓക്കെ, അതിന് ഇന്ന കാര്യങ്ങൾ, ഓക്കെ, മസാല പ്രിപ്പറേഷൻ, പിന്നെ റൈസ് പ്രിപ്പറേഷൻ, പിന്നെ ഇത് രണ്ടും പാടെ നമ്മൾ ദം ചെയ്യുന്ന പ്രിപ്പറേഷൻ. ഇങ്ങനെ ഒരു 4 കാറ്റഗറി ആക്കി ഇതിൻ്റെ ബേസിൽ എന്തൊക്കെ സ്റ്റെപ്പുകൾ വരുന്നത് വ്യത്യസ്തമായി കൊണ്ടുവന്നാൽ നിങ്ങളുടെ കുറേ അധികം എഫേർട്ടുകൾ എന്ത് ചെയ്യാണ്, ഇവിടെ ലാഭിക്കുകയാണ്. നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ വരുന്നില്ല, നിങ്ങൾ ഫോക്കസ്ഡ് ആവാൻ കഴിയും, അതുപോലെ തന്നെ നിങ്ങളുടെ എൻകോഡിങ് അതുകൊണ്ട് ബെറ്റർ ആവുകയും ചെയ്യും. ഇത്തരത്തിൽ നിങ്ങളുടെ അറ്റൻഷൻ്റെ നിങ്ങൾ സ്കാറ്റർ ചെയ്യുന്നതിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട് എന്ത് ഈ ഒരു പരിപാടി. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളും എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ പാഠപുസ്തകം തരുമ്പോൾ അതിൽ ശരിക്കും എന്തുണ്ട്, ഒരു ഇത്തരത്തിലൊരു കാറ്റഗറൈസേഷനിലൂടെയാണ് ഓരോ ടെക്സ്റ്റ് ബുക്കുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കാറ്റഗറൈസേഷനെ തന്നെ കോപ്പി ചെയ്താൽ തന്നെ നിങ്ങളെ എൻകോഡിങ് ഒന്നുകൂടി എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇൻഫർമേഷൻസ് എവിടെയാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ ഈ ഒരു കാറ്റഗറൈസേഷൻ വളരെയധികം എന്താണ്, ക്രൂഷ്യലാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ എൻകോഡിങ് ബെറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർത്തെടുക്കാനും നിങ്ങളുടെ റിട്രീവൽ പ്രോസസ്സിനും എന്താണ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കൃത്യമായ കാറ്റഗറിയോട് കൂടി കൃത്യമായ സിമിലാരിറ്റീസും അതുപോലെ തന്നെ സീക്വൻസുകളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഇൻഫർമേഷന് നിങ്ങൾ പഠിച്ചെടുക്കാൻ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ വെറുതെ ഓരോ ഇൻഫർമേഷൻസ് ഗ്രാബ് ചെയ്യല്ല, അതിനെ കൃത്യമായി ഓർഗനൈസ് ചെയ്യുക. കൃത്യമായി ഓർഗനൈസ് ചെയ്യാനുള്ള മെത്തഡോളജീസ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ കോഗ്നിറ്റീവ് ലോഡ് കുറയും, ബെറ്റർ ആയിട്ട് എൻകോഡ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ള ചാൻസസും ഹൈ ആണ്. സോ ഗുഡ് ലേണിംഗ് ഈസ് ഓൺലി അബൌട്ട് മോർ ഇൻഫർമേഷൻ. കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുക എന്നുള്ളതല്ല, ഉള്ളതിനെ കൃത്യമായ നിലക്ക് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, അതിനൊരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള കാര്യം, നമുക്കൊരു മൈൻഡ് മാപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ്. ഒരുപാട് എന്തല്ല ബൾക്കർ ലെവൽ ഓഫ് ഇൻഫർമേഷൻസ് നമ്മൾ ഗ്രാബ് ചെയ്യലല്ല. അതുകൊണ്ട് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ ഒരു ബെറ്റർ മീനിങ് ഉണ്ട്, ഈസിയർ പ്രോസസ്സിംഗ് ആണ്, നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻകോഡിങ് എഫക്റ്റീവ് ആവാനുള്ള മെത്തഡോളജീസ് പറഞ്ഞു. ഇനി അടുത്ത ഏറ്റവും വലിയ ഘടകം, ഇനി ഇത് ലോങ് ടേം മെമ്മറിയിൽ എങ്ങനെ പോകും, ഇനി ലോങ് ടേം മെമ്മറിയിൽ എത്തിയൊരു സാധനം നമ്മൾ എങ്ങനെ റിട്രീവ് ചെയ്യും. ഓക്കെ, ഈ 2 പാർട്ടുകൾ പെൻഡിങ് ആണ്. അതറിയാൻ നിങ്ങൾ ക്യൂരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയണം എന്നുള്ളതിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഇത് ലോങ് ടേം മെമ്മറിയിൽ നമുക്ക് എഫക്റ്റീവ്ലി അവിടെ എത്തിക്കാൻ പറ്റുക, അതുപോലെ തന്നെ ഈ ലോങ് ടേം മെമ്മറി നമുക്ക് എഫക്റ്റീവ്ലി എങ്ങനെ റിട്രീവ് ചെയ്യാൻ പറ്റുക എന്നുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു.